കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും കുലുക്കല്ലൂർ മേഖലയിൽ വ്യാപക നാശനഷ്ടം. 13 വീടുകൾക്ക് കേടുപാടുകളും 2 വീടുകൾ പൂർണ്ണമായും തകർന്നു. കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 8-9 വാർഡുകൾ ഉൾപ്പെട്ട പുറമത്ര മേഖലയിലാണ് കഴിഞ്ഞ ദിവസം മിന്നൽ ചുഴലിയുണ്ടായത്. ഈ സമയത്തുണ്ടായ ശക്തമായ മഴയിലും വ്യാപകമായ നാശനഷ്ടമാണ് സംഭവിച്ചത്. മേഖലയിലെ 13-ലധികം വീടുകൾക്ക് കേടുപാടുകളും 2 വീട് പൂർണ്ണമായും തകർന്നു. പുലാശ്ശേരി തെക്കേതിൽ രമണിയുടെയും കളത്തുംപടി മനോജിന്റെയും വീടുകളാണ് സമീപത്തെ മരങ്ങൾ പൊട്ടിവീണ് പൂർണ്ണമായും തകർന്നത്. അപകട സമയത്ത് രമണി വീടിന്റെ അടുക്കള ഭാഗത്തായതിനാൽ ജീവന് അപായം സംഭവിക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. ഇന്നലെ ഒരു 5 മണി സമയത്ത്, വൈകിട്ട് ഒരു 5 മണി സമയത്താണ് ഒരു ശബ്ദം കേട്ടു. അപ്പം ഞാൻ ഇവിടെ മറത്തന്നെ സോഫയിൽ കിടക്കുമായിരുന്നു. അവിടെ നിന്ന് പുറത്തിറങ്ങി നോക്കി. അപ്പോൾ വെള്ളം വീഴുന്നതുകൊണ്ട് ഞാൻ അടുക്കള ഭാഗത്തേക്ക് പോയോണ്ട് ഞാൻ തലനാരി ഇടയ്ക്ക് രക്ഷപ്പെട്ടു. ചെറിയ 2 കുട്ടികളുള്ള വീടാണ്. അവരുടെ അമ്മയുടെ വീട്ടിൽ പോയോണ്ട് ഇന്നലെ ഉച്ചയ്ക്കാണ് അവരുടെ വീട്ടിൽ പോയത്. അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ തലനാരി ഇടയ്ക്ക് രക്ഷപ്പെട്ടു. വീട് മൊത്തം തകർന്നു. ഇനി എന്താ വേണ്ടതെന്ന് അറിയില്ല. ഞാനും മകനും ഭാര്യ 2 കുട്ടികളും. ആ സമയത്ത് ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവര് ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ പോയെന്ന്. അവരവരുടെ വീട്ടിൽ പോയതാണ് ഇന്നലെ ഉച്ചയ്ക്ക്. അത് നന്നായി. ഇല്ലെങ്കിൽ കുട്ടികൾ ഇവിടെ ഇരിക്കും, അല്ലെങ്കിൽ അവിടെ കാണും. അമ്മയ്ക്ക് എന്തെങ്കിലും അപകടം ഇല്ലല്ലോ? ഇല്ല, ഒന്നും പറ്റിയിട്ടില്ല. എനിക്ക് സുഖമില്ല, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അത് കാരണം ഒരു വല്ലാത്ത ഷോക്കായി. പ്രദേശത്ത് വ്യാപകമായി ഇലക്ട്രിക് പോസ്റ്റുകളും നിലംപൊത്തി. റോഡരികിലെ മരങ്ങൾ പൊട്ടി വീണ് ഗതാഗതവും സ്തംഭിച്ചു. ഏറെ പ്രയാസപ്പെട്ടാണ് മരങ്ങൾ മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. 2 ദിവസം എടുത്തു മാത്രമേ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിയൂ എന്ന് KSEB അധികൃതരും അറിയിച്ചു. മേഖലയിൽ വിവരിക്കാൻ സാധിക്കാത്ത ദുരന്തമാണ് സംഭവിച്ചതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണിയും പറഞ്ഞു. ഇന്നലെ വൈകിട്ട് ഒരു 5 മണിക്കാണ് ഒരു 1.5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ കുലുക്കല്ലൂർ പഞ്ചായത്തിൽ വാർഡ് 9 പുറമത്ര പ്രദേശത്താണ് വലിയൊരു ദുരന്തം പോലെയാണ് ഞങ്ങൾക്ക് ഈ പ്രദേശം വന്ന് കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത്. കാരണം വലിയ വലിയ മരങ്ങളൊക്കെ തന്നെ കടപുഴകി വീണുകൊണ്ട് വീടുകളുടെ മുകളിലേക്കൊക്കെ വീണിട്ടുള്ളൊരു സംഭവമാണ് കാണാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ ഏകദേശം 16ഓളം വീടുകളാണ് തകർന്നിട്ടുള്ളത്. അതിൽ 2 വീട് പൂർണ്ണമായിട്ട് നശിച്ചിട്ടുണ്ട്. 14 വീടുകൾ ഭാഗികമായിട്ട് തകർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒട്ടനവധി, ഇപ്പോൾ നമുക്കിവിടെ KSEBയുടെ കണക്ഷൻ ഇല്ല. 2-3 ദിവസം കഴിഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ. വാട്ടർ അതോറിറ്റി അതേപോലെ എല്ലാ സർവീസുകളും ഈ ഭാഗത്തേക്കുള്ളത് ബ്ലോക്ക് ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു 2 വാർഡുകൾ ഒറ്റപ്പെട്ട തരത്തിലാണ് ഇന്നലെ രാത്രി മുതൽക്കുണ്ടായിട്ടുള്ളത്. കാരണം എല്ലാ റോഡുകളും KSEBയുടെ പോസ്റ്റ് പൊട്ടി വീണിട്ടും അതേപോലെ തന്നെ മരങ്ങൾ പൊട്ടി വീണിട്ടൊക്കെ തന്നെ ബ്ലോക്കായിക്കൊണ്ടാണ്. അതുകൊണ്ട് ഇതൊരു എന്താ പറയുക, കാലവർഷക്കെടുതി എന്നതിലുപരി ഒരു പ്രദേശത്ത് തന്നെ ഒരു വലിയ അപകടം എന്നുള്ള തരത്തിലാണ് നമുക്കിതിനെ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ബന്ധപ്പെട്ട അധികാരികളോടൊക്കെ തന്നെ ഞങ്ങളുടെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. തഹസിൽദാരെ വിളിച്ചിട്ടുണ്ട്. അതേപോലെ ജില്ലാ ടീം എല്ലാവരെയും തന്നെ വിളിച്ചിട്ടുണ്ട്. അതേപോലെ പഞ്ചായത്തിൻ്റെ AS ഉദ്യോഗസ്ഥർ, എയുടെ സെക്ഷനിലുള്ള ഓവർസിയർമാർ എല്ലാവരും, ഞാനും വൈസ് പ്രസിഡന്റ് അടങ്ങുന്ന ടീം ഇന്ന് രാവിലെ മുതൽക്ക് തന്നെ ഇവിടെ സന്ദർശനം നടത്തി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 വീടുകൾ പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട്. കാരണം താമസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലെത്തിയിട്ടുണ്ട്. 14 വീടുകൾ ഭാഗികമായിട്ട് തകർന്നിട്ടുണ്ട്. 11 JV ലൈനിൽ ഒരു 6 പോസ്റ്റും LT ലൈനിൽ പറഞ്ഞിടത്തോളം ഒരു 18 പോസ്റ്റുകൾ ഇപ്പോൾ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കടുത്ത പരിശ്രമത്തിലാണ്. 2 ടീം ഇപ്പോൾ ഫുൾ ടീമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 2 ദിവസം സമയമെടുക്കും ഇത് മുഴുവനായിട്ട് റീസ്റ്റോർ ചെയ്തിട്ട് എല്ലാവർക്കും സപ്ലൈ കൊടുക്കാൻ. വീട് തകർന്നവരെ ബന്ധുവീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടെയാണ് കുലുക്കല്ലൂർ പുറമത്ര മേഖലയിൽ ശക്തമായ കാറ്റും മഴയും ഉണ്ടായത്.